ഇന്ന് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ചൈനീസ് സ്വീറ്റ് ആൻഡ് സോർ പോർക്ക് റെസിപ്പിയാണ്. ചൈനീസ് ഫുഡ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. മക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കൂട്ടാകണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ബാ. അതിനായി ഒരു വലിയ ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഒരു വാവട്ടമുള്ള പാത്രം വേണമെന്നേ ഉള്ളൂ കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് 600 ഗ്രാം കഴുകി വൃത്തിയാക്കിയ പോർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പോർക്കിൻ്റെ ബെല്ലി പാർട്ട് മാത്രമാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ തിളച്ച വെള്ളത്തിലിടുമ്പോൾ ഇതിൽ ഒരുവിധം കൊഴുപ്പൊക്കെ ഉരുകിപ്പോവുകയും ഒന്നുകൂടെ വൃത്തിയാവുകയും ചെയ്യും. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി അരിപ്പപാത്രത്തിലേക്ക് മാറ്റി ഒന്നുകൂടി കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇത് 100 ml കപ്പാണ്. അതിന് 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ, അത് മതി. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കുക്കർ തുറന്ന് പോർക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഈ സ്റ്റോക്ക് നമുക്ക് കുക്കിങ്ങിന് വേണം. ഇതല്ലാതെ വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറായി. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മീറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഇത് കോട്ട് ചെയ്യണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ പോർക്ക് പീസസ് ഇട്ട് മറിച്ചും തിരിച്ചുമിട്ട് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കണം. കോരിയിടുന്ന പാത്രത്തിൽ ഓയിൽ അബ്സോർബ് ചെയ്യാനുള്ള ടിഷ്യൂസ് ഏതെങ്കിലും വെച്ചിട്ട് കോരിയിട്ടോളൂ കേട്ടോ. ഞാൻ 2 ട്രിപ്പായാണ് വറുത്ത് മാറ്റിയത്. പിന്നെ ഇത് ഒത്തിരി നേരിട്ട് വറുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്ത പോർക്കാണല്ലോ. ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സ്വീറ്റ് ആൻഡ് സോർ സോസ് തയ്യാറാക്കി വെക്കാം. അതിനായി ഒരു ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതിൻ്റെയൊക്കെ കരണ്ട് പോയ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ജാഗറി പൗഡർ, 1 ടീസ്പൂൺ വിനാഗിരി, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ശർക്കരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ല എങ്കിൽ സാധാ പഞ്ചസാര എടുത്താലും മതി. വേറൊരു ചെറിയ ബൗളിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കിൽ നിന്ന് കുറച്ചൊഴിച്ച് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി പോർക്ക് വറുത്ത അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി എണ്ണ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു മീഡിയം സവാള ക്യൂബായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യൂബായി അരിഞ്ഞ ക്യാപ്സിക്കവും 1/4 കപ്പ് പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി ഇതെല്ലാം കൂടി 30 സെക്കൻഡോളം നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. 30 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിൽ എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. ചൈനീസ് ഫുഡ് മിക്കതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പീസ് ആണല്ലേ. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് മുഴുവനും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം മൊത്തം 1.5 ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ സോസിലും ഒക്കെ ഉപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഇത് മതിയാവും. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോണിൻ്റെ സ്ലറി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി പോർക്ക് പീസസിൽ നന്നായി പുരളുന്ന വിധം ഇളക്കി കൊടുക്കണം. ഞാനിത് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ലൂസ് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കോൺസ്ലറി 1.5 എന്നുള്ളത് 2 ടേബിൾ സ്പൂൺ ആക്കാം. എന്നിട്ട് തിളച്ച വെള്ളം വേറെ ചേർക്കാം, സ്റ്റോക്ക് കുറവാണെങ്കിൽ. അങ്ങനെ ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിന് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. എനിക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഗാർണിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടാണ്. അത് മസ്റ്റല്ല, എനിക്കത് ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർക്കണം കേട്ടോ. കൂടെ നമ്മുടെ വെളുത്ത എള്ളും. തൽക്കാലം സ്പ്രിംഗ് ഒനിയന് പകരം ഞാൻ നമ്മുടെ മല്ലിയില കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ, ട്രൈ ചെയ്ത് നോക്കുമല്ലേ? വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഡിയേഴ്സ്.